ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ 9ാം ക്ലാസ്സിൻ്റെ ഫിസിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇക്വേഷൻസ് ഓഫ് മോഷൻ്റെ 8ാമത്തെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇതുവരെയുള്ള ഭാഗങ്ങൾ കാണാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ യൂണിഫോം ആക്സിലറേഷൻ എന്താ, നോൺ യൂണിഫോം ആക്സിലറേഷൻ എന്താ, പിന്നെ റോഡിലുള്ള കുറച്ച് സൈനുകളെ കുറിച്ചും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതേ റോഡിലുള്ള കുറച്ച് മാർക്കിങ്സുകളെ കുറിച്ചാണ്. ഇൻ അഡീഷൻ ടു ദ സൈൻസ് മെൻഷൻഡ് എബോവ്, കളക്ട് മോർ സിമ്പിൾസ് ഫോർ ഈച്ച് കാറ്റഗറി, പ്രിപ്പയർ സെപ്പറേറ്റ് പോസ്റ്റേഴ്സ് ആൻഡ് ഡിസ്പ്ലേ ദം ഓൺ ദി സ്കൂൾ ബുള്ളറ്റിൻ ബോർഡ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റോഡ് സയൻസ് അല്ലേ, റോഡ് സയൻസ്, മാൻഡേറ്ററി സയൻസ്, പിന്നെന്താണ് മാൻഡേറ്ററി സയൻസ്, കോഷണറി സയൻസ്, ഇൻഫോർമേറ്ററി സയൻസ് അല്ലേ. ഇതിൽ ഓരോന്നിലും 3 വെച്ചായിരുന്നു പഠിച്ചിട്ടുള്ളത്. അതിന് പുറമെ കൂടുതൽ സിമ്പിൾസ് അല്ലേ, ഓരോ കാറ്റഗറിയിൽ വരുന്ന കൂടുതൽ സിമ്പിൾസ് നിങ്ങൾ കളക്ട് ചെയ്ത് വെച്ച് ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് നിങ്ങൾ ചെയ്തോളാം. അപ്പം നമ്മളിപ്പം നോക്കാൻ പോകുന്നത് റോഡ് മാർക്കിംഗ് അല്ലേ. റോഡിൽ കുറച്ച് മാർക്കിങ്സുകൾ കാണാനായിട്ട് പറ്റും അല്ലേ. ആ മാർക്കിങ്സുകൾ എന്തിനാണ് സൂചിപ്പിക്കുന്നതെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നോക്ക്, ഇവിടെ ഒരു മാർക്കിംഗ് ഉണ്ട് അല്ലേ. ഇവിടെ എന്താണ് മാർക്കിംഗ് ഉണ്ട്. ഇവിടെ വെള്ള വര അല്ലേ, വെള്ള ലൈൻസ് എന്താ ഇടവിട്ടിട്ടാണ് പോകുന്നത് അല്ലേ. വെള്ള ലൈൻസ് ഇടവിട്ടിട്ടാണ് പോകുന്നത്. അതെന്തിനാ സൂചിപ്പിക്കുന്നത്? വേർ വെഹിക്കിൾസ് ആർ അലൗഡ് ടു ക്രോസ് ഇൻ എ കൺട്രോൾഡ് മാനർ അല്ലേ. ഒരു കൺട്രോൾഡ് മാനറിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഓവർടേക്ക് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. ഓവർടേക്ക് ചെയ്യാനായിട്ട് പറ്റും. അതാണ് എന്ത് കാണിച്ചിട്ടുള്ളത്? ഈ ഒരു ചിഹ്നം കാണിച്ചിട്ടുള്ളത്. അടുത്ത റോഡിൽ ഒരു മഞ്ഞ വര കാണാം അല്ലെ, നടുവിലൊരു മഞ്ഞ വര കാണാം. ഈ ഒരു വര എന്തിനെ സൂചിപ്പിക്കുന്നു? നമുക്ക് ക്രോസ് ചെയ്യാൻ അല്ലെ, ക്രോസ് ചെയ്യാനായിട്ട് പാടില്ല. എന്താണ് ക്രോസ് ചെയ്യുക? ഓവർടേക്ക് എടുത്ത് പോവാനായിട്ട് പാടില്ല. അതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അടുത്ത ഇത് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും അല്ലെ, സീബ്ര ക്രോസിംഗ് അല്ലെ. സീബ്ര ക്രോസിംഗ് ഇത് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? നമുക്ക് പെഡസ്ട്രിയൻസിന് അല്ലെ, നമ്മൾ കാൽനട യാത്രക്കാർക്ക് എളുപ്പത്തിൽ ക്രോസ് ചെയ്ത് പോവാം അല്ലെ. ശരിക്കും നമ്മൾ ഇതിലൂടെ നടക്കുമ്പോൾ വാഹനങ്ങളൊക്കെ ഇങ്ങനെ നിർത്തി തരണം എന്നാണ് ഉള്ളത്. പക്ഷെങ്കിൽ നമ്മളുടെ നാടായതുകൊണ്ട് അങ്ങനെ നിർത്തി തരുന്നത് വളരെ അപൂർവം മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ അല്ലെ. ശരിക്കും എന്താണ് സീബ്ര ലൈനിലൂടെ നടക്കുമ്പോൾ എന്താണ് വാഹനങ്ങൾ നിർത്തി തരണം. അപ്പോൾ പെഡസ്ട്രിയൻസ് ഒക്കെ വാക്ക് ചെയ്യേണ്ട ഏതിലൂടെയാണ്? സീബ്ര ലൈനിലൂടെയാണ്. പിന്നെ എന്താണ് ഇവിടെ ക്രോസിങ് പറ്റില്ല അല്ലെ. വെഹിക്കിൾസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്രോസ് ചെയ്യാൻ പറ്റില്ല. ഇതാണെങ്കിലോ വെഹിക്കിൾസിന് ക്രോസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ 3 കാര്യങ്ങളും കൂടി നോക്കി വെക്കാം കേട്ടോ. ഡു ആക്സിഡൻസ് occur ഓൺലി ബിക്കോസ് ട്രാഫിക് റൂൾസ് ആർ ഡിസൊബേഡ്? ട്രാഫിക് റൂൾസ് ഡിസൊബേ ചെയ്തത് കൊണ്ട് മാത്രമാണോ നമ്മൾക്ക് ആക്സിഡൻസ് പറ്റുന്നത്? അല്ല. ഇൻ ഡിം ലൈറ്റ് ഡ്രൈവേഴ്സ് മെ നോട്ട് ബി ഏബിൾ ടു സീ പെഡസ്ട്രിയൻ വാക്കിംഗ് അലോങ് ദ സൈഡ് ഓഫ് ദ റോഡ് ഓർ ക്രോസിംഗ് ദ റോഡ് വിയറിംഗ് ഡാർക്ക് ക്ലോത്ത്സ് അല്ലെ. രാത്രി സമയത്തിൽ അല്ലെങ്കിൽ പ്രകാശം ലൈറ്റ് അത്ര ഇല്ല, ഡിം ലൈറ്റ് ഒക്കെ ഉള്ള സമയത്താണെങ്കിൽ നമ്മളുടെ പെഡസ്ട്രിയൻ അല്ലെ, കാൽനട യാത്രക്കാർ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റോഡിന്റെ സൈഡിലൂട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണാനായിട്ട് പറ്റില്ല അല്ലെ. അവർ ഡാർക്ക് കളർ ക്ലോത്ത്സും കൂടി ഇട്ടതെങ്കിലോ തീരെയും പറയണ്ട, നമുക്ക് ഒട്ടും കാണാനായിട്ട് പറ്റില്ല. അടുത്തെത്തി തട്ടിക്കഴിഞ്ഞാലായിരിക്കും നമ്മൾ അത് ശ്രദ്ധിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് അല്ലേ, ഇത് എന്തിനെ കാരണമാവുന്നുണ്ട്? ആക്സിഡൻസിന് കാരണമാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ, അതായത് ഡിം ലൈറ്റ് അല്ലെ, ഇരുട്ടത്തൊക്കെ നമുക്ക് റോഡ് മുറിച്ച് കടക്കേണ്ടതോ അല്ലെങ്കിൽ നമുക്ക് സൈഡിലൂടെ പോകേണ്ടതോ വന്നു കഴിഞ്ഞാൽ ഇത് എന്താണ്? നമ്മൾ വിയർ ലൈറ്റ് കളേർഡ് ക്ലോത്ത്സ് അല്ലെ, ലൈറ്റ് കളറായുള്ള ക്ലോത്ത്സ് വിയർ ചെയ്യാനാണ് പറയുന്നത് അല്ലെ. ഡാർക്ക് കളേർഡ് ക്ലോത്ത്സ് ഒഴിവാക്കിയിട്ട് ലൈറ്റ് കളേർഡ് ക്ലോത്ത്സ് യൂസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ പ്രിപ്പയർ ആൻഡ് പ്രസന്റ് എ സെമിനാർ പേപ്പർ ഓൺ ദ ടോപ്പിക് സ്റ്റുഡൻസ് ആൻഡ് റോഡ് സേഫ്റ്റി. ഇനി ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് സ്റ്റുഡൻസിൻ്റെയും പിന്നെ റോഡ് സേഫ്റ്റി അല്ലേ. സ്റ്റുഡൻസ് എന്താണ്, നിങ്ങളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ റോഡൊക്കെ മുറിച്ച് കടക്കേ പിന്നെ വാഹനങ്ങളിലൊക്കെ പോകുന്നതാണ് അല്ലേ. അപ്പം എന്ത് യൂസ് ചെയ്യണോ? നമ്മൾ ഈ ഒരു സേഫ്റ്റി മെഷേഴ്സൊക്കെ യൂസ് ചെയ്യണം അല്ലേ. സേഫ്റ്റി മെഷേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ റോഡ് ക്രോസ് ചെയ്യാനും വാഹനങ്ങളിൽ
പോവാനും ഒക്കെ. അപ്പം അതിനെക്കുറിച്ച് ഒരു സെമിനാർ പേപ്പർ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് കുറച്ചിവിടെ ഹിൻസ് തന്നിട്ടുണ്ട് അല്ലേ. ക്രോസിങ് ദ റോഡ് അല്ലേ, റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അല്ലേ, അതിനെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലേ. ക്രോസ് ചെയ്യുമ്പോൾ എന്താണ്, സീബ്ര ലൈനിലൂടെയാണ് നമ്മൾ ക്രോസ് ചെയ്യേണ്ടത് അല്ലേ, സീബ്ര ലൈനിലൂടെയാണ് നമ്മൾ ക്രോസ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ സീബ്ര ലൈനിൽ ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ നമ്മൾ ധൃതിയൊന്നും പിടിച്ച് ഇപ്പുറത്തുനിന്ന് വേഗം അപ്പുറത്തേക്ക് പോകാനായിട്ട് പാടില്ല. വാഹനങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, റോഡ് ക്രോസ് ചെയ്യുക അല്ലേ. മൂവിങ് ഇൻ ഗ്രൂപ്പ്സ് അലോങ് ദ റോഡ് അല്ലേ, ഞാൻ പറഞ്ഞ കാര്യം തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യം. അതായത് സ്കൂൾ വിട്ട് വരുമ്പോൾ നമ്മൾ തോളിൽ കൈയിട്ടിട്ടൊക്കെ നിവർന്ന് അല്ലേ നേരെ പരന്ന് നടക്കുന്നതായിട്ട് കാണാറുണ്ട് അല്ലേ. അങ്ങനത്തെ ഒക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. പ്ലേയിങ് നിയർ ദ റോഡ് അല്ലേ, റോഡിനരികിൽ റോഡിന്റെ അടിക്കത്ത് നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല, കളിക്കാനായിട്ട് പാടില്ല അല്ലെ. ഡ്രൈവിംഗ് എ മോട്ടോർ വെഹിക്കിൾ ബിഫോർ ഒബ്റ്റെയിനിങ് എ ലൈസൻസ് അല്ലേ, ലൈസൻസ് 18 വയസ്സാവാണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, മോട്ടോർ വെഹിക്കിൾസ് ഒന്നും നമ്മൾ ഡ്രൈവ് ചെയ്യാനായിട്ട് പാടില്ല. അതും നമ്മൾ യൂസ് ചെയ്യണം. എന്തിൽ, ഈ ഒരു സെമിനാർ ടോപ്പിക്കിലേക്ക് നമ്മൾ ഉള്ളതാണ്. സേഫ് സൈക്ലിംഗ് അല്ലേ, സൈക്കിളൊക്കെ ഓടിക്കുമ്പോൾ നല്ല കൃത്യമായിട്ട് അല്ലെ ഒരു ഹെൽമെറ്റ് ഒക്കെ അല്ലെ, സൈക്കിളുകാർ ഓടിക്കുന്ന ഹെൽമെറ്റ് കാണാറില്ല, ആ ഹെൽമെറ്റ് ഒക്കെ വെയർ ചെയ്ത് കറക്റ്റ് റോഡ് സിഗ്നൽസ് ഒക്കെ ഒബേ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ക്രോസ് ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ സ്റ്റുഡൻസ് ആൻഡ് റോഡ് സേഫ്റ്റിനെ പറ്റി ഒരു ടോപ്പിക്ക് സെമിനാർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി അടുത്തത് എ ഗ്രാഫ് ഷോയിങ് ദ നമ്പർ ഓഫ് റോഡ് ആക്സിഡൻറ്റ്സ് ഇൻ കേരള ഫ്രം 2016 to 2022 ഗിവൺ ബിലോ അല്ലെ. ഇവിടെ എന്താണ്, ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലെ, ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ ഒരു ഗ്രാഫിൽ നമ്മളുടെ കേരളയിൽ 2016 മുതൽ 22 വരെയുള്ള ആക്സിഡൻസിന്റെ ഒരു കണക്കാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഗ്രാഫിന്റെ ഉപയോഗം എന്താ, ഗ്രാഫിന്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ നോക്കി മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് ഗ്രാഫിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫിൽ നിന്ന് കാര്യങ്ങളൊക്കെ അല്ലെ, ഗ്രാഫിൽ നിന്ന് ഇൻഫോർമേഷൻസ് ഒക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഒരു ഗ്രാഫ് വരക്കുവാണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ഗ്രാഫ് ഉണ്ടാവുക. ഓക്കെ, ഇങ്ങനെ രണ്ട് ആക്സിസ് ഉണ്ടാവും അല്ലെ, രണ്ട് ആക്സിസ് ഉണ്ടാവും. ഈ ഒരു ആക്സിസിന് എക്സ് ആക്സിസ് എന്ന് പറയും, ഈ ഒരു ആക്സിസിന് വൈ ആക്സിസ് എന്ന് പറയും. ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഈ ഒരു ഭാഗം മാത്രം നോക്കി, ഈ ഒരു ഭാഗം മാത്രം നോക്കാം കേട്ടോ. ഈ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്, അതാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. എക്സ് ആക്സിസ് അല്ലെ, എക്സ് ആക്സിസിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്, ഇയർ അല്ലെ, വർഷമാണ് കൊടുത്തിട്ടുള്ളത്. വൈ ആക്സിസിൽ എന്താ കൊടുത്തിട്ടുള്ളത്, നമ്പർ അല്ലെ, എത്ര ആക്സിഡൻസ് നടന്നു എന്നുള്ള നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഓരോരു കള്ളി കാണുന്നുണ്ടല്ലോ അല്ലെ, ഓരോരു കള്ളി ഓരോരു സെന്റിമീറ്ററിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്താണ്, ഓരോരു കള്ളി ഓരോരു സെന്റിമീറ്ററിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ 1 സെന്റിമീറ്റർ അല്ലെ, അത് 2016 എടുത്ത്. അപ്പൊ ഇവിടം തൊട്ട് ഇവിടത്തം വരെ എന്തായിരിക്കും, 1 സെന്റിമീറ്റർ തന്നെയായിരിക്കും. അപ്പോൾ 2016 + 1 എത്ര, 2017 അല്ലെ, പിന്നെ 18, 19, 20, 21, 22 അല്ലെ, അങ്ങനെ വന്നു. ഇനി അടുത്ത ഈ മേലോട്ടേക്കും ഇവിടം തൊട്ട് ഇവിടം വരെ എന്താണ്, 1 സെന്റിമീറ്റർ തന്നെയാണ് അല്ലെ, 1 സെന്റിമീറ്റർ തന്നെയാണ്. ഇവിടെ എടുത്തിട്ടുള്ള എന്താ, 10,000 അല്ലെ, 10,000, പിന്നെ 20,000, 30,000, 40,000, 50,000. നിങ്ങൾ നോക്ക്, ഈ എക്സ് ആക്സിസ് നോക്കുകയാണെങ്കിൽ എല്ലായിടെയും ഒന്ന് വിട്ടിട്ടാണ് ഉള്ളത് അല്ലെ. 2016 കഴിഞ്ഞ് 17 കഴിഞ്ഞ് പിന്നെ ഇവിടെ 2020 അല്ലല്ലോ വരുന്നത്, അല്ല, എന്താണ്, ഈക്വൽ ആയിട്ടാണ് പോകുന്നത് അല്ലെ, ഈക്വൽ ആയിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ഈ വൈ ആക്സിസ് നോക്ക്, വൈ ആക്സിസ് എങ്ങനെ തന്നെയാ പോകുന്നത്, ഈക്വൽ ആയിട്ടാണ് പോകുന്നത് അല്ലെ. ഇവിടുന്ന് ഇവിടം വരെ 10,000, പിന്നെ 20,000 അല്ലെ, 10,000 കൂടി, ഇവിടുന്ന് പിന്നെയും 30,000 പിന്നെയും 10,000 കൂടി അല്ലെ. അപ്പൊ 10,000 വിട്ടിട്ടാണ് പോകുന്നത് അല്ലെ. ഗ്യാപ്പ് എന്താണ്, തുല്യമാണ് അല്ലെ, ഗ്യാപ്പ് എന്താണ്, തുല്യമാണ്. അപ്പൊ ഒരു ഗ്രാഫ് വരക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഈ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും നമ്മൾ വാല്യൂസ് എടുക്കുകയാണെങ്കിൽ ഓരോരു സെന്റിമീറ്റർ എടുക്കുമ്പോഴും എപ്പോഴും തുല്യമായിട്ട് വേണം എടുക്കാനായിട്ട് അല്ലെ. ആദ്യം ഇവിടെ 16 എടുത്ത്, ഇവിടെ 20 എടുത്ത്, ഇവിടെ 28 എടുത്ത്, അങ്ങനെ എടുക്കാനായിട്ട് പാടില്ല. ഇപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ നമ്മൾ ഒരു ഗ്യാപ്പാണ് എടുത്തതെങ്കിൽ അല്ലെ, 16 17 ഒരു ഗ്യാപ്പ് ആണെങ്കിൽ ഇവിടെ എന്ത് തന്നെയാ, അത്ര ഗ്യാപ്പ് തന്നെയാണ് നമ്മൾ ഇടാനായിട്ട് പാടുള്ളൂ. അതേപോലെ തന്നെയാണ് വൈ ആക്സിസിലും എടുക്കേണ്ടത്. ഓക്കെ, ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് പഠിക്കാം. വാട്ട് ഇൻഫോർമേഷൻ ക്യാൻ ബി ഗേതേർഡ് ഫ്രം ദി എബോ ഗ്രാഫ്, ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് ഇൻഫോർമേഷൻ ആണ്
നമുക്ക് കിട്ടുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് കിട്ടുന്നത്? ഇത് കേരളത്തിൽ നടന്ന ആക്സിഡൻസിന്റെ 2016 മുതൽ 22 വരെയുള്ള ആക്സിഡൻസിന്റെ എന്താണ് ഒരു ഗ്രാഫാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഓരോരു വർഷം ഇത് വർഷമാണ്, ഇത് നമ്പറാണ് അല്ലെ. 2016 നേരെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് പോയിന്റ് വരുന്നത് അല്ലെ. അപ്പോൾ 30,000 സംതിങ് ആൾക്കാർക്ക് ആക്സിഡന്റ് ആയിന് 2016 അല്ലെ. 2017 നോക്കിയാലോ, 2017 നേരെ വരുന്ന ഏതാ? ഈ ഒരു പോയിന്റ് അല്ലെ. അപ്പൊ എത്രയാ? അതും 30,000 സംതിങ് ആൾക്കാർക്ക് ആക്സിഡന്റ് ആയിന്. 2018 നേരെ വരുന്ന ഈ ഒരു പോയിന്റ് അല്ലെ. അപ്പോൾ ഏകദേശം 40,000 ആൾക്കാർക്ക് ആക്സിഡന്റ് ആയിട്ടുണ്ട്. 2019 40,000 ആൾക്കാർക്ക് ആക്സിഡന്റ് ആയിട്ടുണ്ട്. 2020 ഏകദേശം 20,000 എത്രയോ ആൾക്കാർക്ക് ആക്സിഡന്റ് ആയിട്ടുണ്ട്. അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. ഇതൊക്കെ ഗ്രാഫ് ആകുമ്പോൾ നമുക്ക് വേഗം വരച്ചട വെക്കുക. ഇതൊക്കെ എഴുതി കൂട്ടുകയാണെങ്കിലോ നമുക്ക് വലിയ വലിയ ബുക്സ് ഒക്കെ വാങ്ങി കുറേ എഴുതി വെക്കേണ്ടി വരും അല്ലെ. അപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഗ്രാഫൊക്കെ ആണെങ്കിൽ നമുക്ക് വേഗം അല്ലെ, ആ ഇയർ ഉണ്ട്, നമ്പർ ഉണ്ട്. അപ്പോൾ 2017 എത്ര നമ്പർ ഓഫ് ആക്സിഡൻസ് അല്ലെ, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഗ്രാഫിന്റെ ഉപയോഗം. ഓക്കെ, ഇനി ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് മോഷൻ. എന്താണ്? ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് മോഷൻ ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, യെസ്. എ ഗ്രാഫ് ഈസ് എ 2-dimensional diagram അല്ലെ. ഗ്രാഫ് എന്താണ്? ഒരു 2-dimensional diagram ആണ്. In a graph, the horizontal line x dash is the x-axis and the vertical line y dash is the y-axis. The point where the axis meet is the origin. അപ്പം നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലേക്കാണ് കിടക്കുന്നത്. വളഞ്ഞു പോയി, ഒരു മിനിറ്റ് ഒന്ന് മായ്ക്കട്ടെ. സ്കെയിലൊക്കെ വെച്ച് വരക്കണം കേട്ടോ, സ്കെയിൽ വെച്ച് വരക്കണം, ഇല്ലേ വളഞ്ഞു പോവും. ഓക്കെ. ഗ്രാഫ് 2 ആക്സിസ് ഉണ്ട് അല്ലെ. 2 ആക്സിസ് ഉണ്ട്. രണ്ടിനും എന്തിട്ട് കൊടുക്കണം? നമ്മൾ ഏറോ മാർക്ക് ഇട്ട് കൊടുക്കണം. ഈ ഒരു ആക്സിസ് ഉണ്ടല്ലോ, ഇത് എക്സ് ഡാഷ്, ഇവിടെ എക്സ് ഡാഷ്, ഇതോ വൈ ഡാഷ് അല്ലെ. എക്സ് ഡാഷ്, വൈ ഡാഷ്. ഈ എക്സും വൈയും മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ അല്ലെ, ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒറിജിൻ. എന്താണ്? ഒറിജിൻ എന്നാണ് നമ്മൾ ആ പോയിന്റിനെ വിളിക്കുന്ന പേര്. ഈ എക്സ് ഡാഷ് അല്ലെ, ഈ എക്സ് ഡാഷ് ഇതൊരൊറ്റ വരയില് ഈ ഒരു ആക്സിസിനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുക എക്സ് ആക്സിസ്. എന്താണ്? എക്സ് ആക്സിസ് എന്നാണ്. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു വൈ ഡാഷ് ഉണ്ടല്ലോ അല്ലെ, ഈ ഒരു വൈ ഡാഷിനെ നമ്മൾ വിളിക്കുന്ന പേര് വൈ ആക്സിസ്. എന്താണ്? വൈ ആക്സിസ്. അപ്പോൾ ഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-dimensional ഡയഗ്രാം ആണ്. എന്താണ്? ഒരു 2-dimensional ഡയഗ്രാം ആണ്. ഇവിടെ ഹൊറിസോണ്ടൽ അല്ലെ, ഹൊറിസോണ്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ, വെർട്ടിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ? ഇങ്ങനെ അല്ലെ. അപ്പൊ ഈ ഹൊറിസോണ്ടൽ ലൈൻ എക്സ് ഡാഷിനെ വിളിക്കുന്ന പേരാണ് എക്സ് ആക്സിസ്. വെർട്ടിക്കൽ ലൈൻ വൈ ഡാഷിനെ വിളിക്കുന്ന പേരാണ് വൈ ആക്സിസ്. ഈ എക്സ് ആക്സിസും വൈ ആക്സിസും മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഇത്. ഈ ഒരു പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഒറിജിൻ. എന്താണ്? ഒറിജിൻ. ഇനി ഇവിടെ ഞാൻ കുറച്ച് വാല്യൂസ് ഇടുന്നതെന്ന് വിചാരിക്കുക. 1 2 3. ഇവിടെ ഞാൻ വാല്യൂസ് എടുക്കുക. 1 2 3. ഇവിടെ -1 -2 -3. ഇവിടെ -1 -2 -3. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടാവും. അതായത് ഒറിജിന് ഇവിടുന്ന് ഇവിടത്തേക്ക് അല്ലെ, ഇവിടുന്ന് ഇവിടത്തേക്ക് എന്താ, നമ്മളുടെ സൈൻസ് ഒക്കെ എന്താണ്? പോസിറ്റീവ് ആണ് അല്ലെ, പോസിറ്റീവ് ആണ്. റൈറ്റ് സൈഡിലേക്കൊക്കെ നമ്മൾ പോസിറ്റീവ് എടുത്ത്, അപ്പൊ ലെഫ്റ്റ് സൈഡ് ഇതെന്താണ്? മൈനസ് ആണ് അല്ലെ, ഇത് നെഗറ്റീവ് ആണ്. അതുപോലെ മേലോട്ടേക്കുള്ള എന്താ? പോസിറ്റീവ് ആണ് അല്ലെ, താഴോട്ടേക്കുള്ള എന്താണ്? നെഗറ്റീവും ആണ്. അപ്പൊ ആ കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കാം അല്ലെ. റൈറ്റ് സൈഡിലേക്ക് അല്ലെ, ഇങ്ങോട്ടേക്കാണെങ്കിൽ അത് പോസിറ്റീവ് ആണ്, മേലോട്ടേക്കാണെങ്കിൽ പോസിറ്റീവ് ആണ് അല്ലെ. റൈറ്റ് സൈഡിലേക്കും മേലോട്ടേക്കും ആണെങ്കിൽ വാല്യൂസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. താഴോട്ടേക്കും ലെഫ്റ്റ് സൈഡിലും ആണെങ്കിൽ അത് എന്തായിരിക്കും? വാല്യൂസ് നെഗറ്റീവ് ആയിരിക്കും. OX is the positive axis towards the right from the origin അല്ലെ. OX എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരു പോസിറ്റീവ് ആക്സിസ് ആണ് അല്ലെ, റൈറ്റ് സൈഡിലേക്ക്. ആൻഡ് OX dash is the negative axis towards the left from the origin.
എക്സ് ഡാഷ് അല്ലേ, ഒ എക്സ് ഡാഷ് എന്താ നെഗറ്റീവ് ആണ് അല്ലേ, നെഗറ്റീവ് ആണ്, ലെഫ്റ്റിലേക്കുള്ളത് നെഗറ്റീവും ആണ്. സിമിലർലി ഒ വൈ ഈസ് കൺസിഡേർഡ് ആസ് പോസിറ്റീവ് ആൻഡ് ഒ വൈ ഡാഷ് ഈസ് കൺസിഡേർഡ് ആസ് നെഗറ്റീവ് അല്ലേ. ഒ വൈ എന്താ പോസിറ്റീവ് ആണ്, ഒ വൈ ഡാഷ് എന്താണ് നെഗറ്റീവും ആണ് അല്ലേ. ആക്സസ് ആർ നമ്പർ ലൈൻ അല്ലെ, ഓരോ ആക്സസിൽ എന്തൊക്കെ ഇട്ടിട്ടുള്ളത് നമ്മൾ നമ്പേഴ്സ് ആണ് അല്ലെ. അപ്പൊ നമ്പറിന്റെ ഒരു ലൈൻ ആണ് അല്ലെ നമ്മളുടെ ഓരോ ആക്സിസും. ഓക്കെ. There are several segments of length 1 centimeter and breadth 1 centimeter in a graph. The area of the segment ABCD is 1 centimeter square. A graph is named by the quantities expressed in the y and x axis respectively. ഇവിടെ നിങ്ങൾ നോക്ക്, ഇവിടെ ഓരോര് അല്ലെ, ഇവിടെ നിങ്ങൾക്ക് ഓരോര് ചതുരങ്ങൾ കാണാനായിട്ട് പറ്റും അല്ലെ, ഓരോരോ ചതുരങ്ങൾ കാണാനായിട്ട് പറ്റും. ഓരോ ചതുരങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പ് അല്ലെ, ഓരോ ചതുരങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പ് നമ്മൾ എപ്പോഴും തുല്യമായിട്ട് മാത്രമാണ് എടുക്കാനായിട്ട് പാടുള്ളൂ. ഞാൻ ആദ്യം ഇവിടെ ഒരു 1 എടുത്ത്, പിന്നെ ഒരു 3 എടുത്ത്, പിന്നെ ഒരു 8 എടുത്ത്, പിന്നെ ഇവിടെ ഇങ്ങോട്ടേക്ക് ഞാനൊരു 10 എടുത്ത്, പിന്നെ ഒരു 12 എടുത്ത്, പിന്നെ ഒരു 18 എടുത്ത്. ഇങ്ങനെ എടുക്കാൻ പാടുണ്ടോ? ഇല്ല, ഇങ്ങനെ എടുക്കാനായിട്ട് പാടില്ല. നമ്മൾ എങ്ങനെ എടുക്കണം? എടുക്കുമ്പോൾ എല്ലാതും ഈക്വൽ ആയിട്ട് എടുക്കണം. ഇവിടെ 2 എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്ര എടുക്കണം? 4 എടുക്കണം അല്ലെ. ഇവിടുന്ന് ഇവിടം വരെ 2, അപ്പൊ ഇവിടുന്ന് ഇവിടം വരെ 4, അപ്പൊ ഇവിടുന്ന് ഇവിടം വരെ എത്ര എടുക്കണം? 6 അല്ലെ. ഇവിടെ ഇപ്പൊ ഞാനൊരു 5 എടുത്തെന്ന് വിചാരിക്കും, അപ്പോൾ ഗ്യാപ്പ് എത്ര വന്ന്? 0, 5 അല്ലെ. അപ്പൊ അടുത്ത എത്ര എടുക്കണം? ഞാൻ 10 എടുക്കണം അല്ലെ. പിന്നെ അടുത്തത് 15 എടുക്കണം അല്ലെ. അപ്പോൾ ഈക്വൽ ഗ്യാപ്പ് ആയിരിക്കണം അല്ലെ, ഈക്വൽ ആയിട്ട് വേണം നമ്മൾ എടുക്കാൻ ആയിട്ട്. ഓക്കെ. ഇവിടെ നിങ്ങൾക്കൊരു എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു ചെറിയൊരു അല്ലെ 1 സെന്റിമീറ്റർ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്? 1 സെന്റിമീറ്റർ ലെങ്ത്തും 1 സെന്റിമീറ്റർ ബ്രെഡ്ത്തുമുള്ള ഒരു സെഗ്മെന്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ, 1 സെന്റിമീറ്റർ അല്ലെ. അപ്പോൾ ഇവിടെ 1, 2, 3 ആയിരിക്കും. ഇതുപോലെ തന്നെ ഇവിടെ 1, 2, 3 ആയിരിക്കും അല്ലെ. അപ്പൊ എ ഡി എത്രയാണ്? 1 അല്ലെ. 1 2ലേക്ക് 1 അല്ലെ. ബി സി എത്രയാണ്? ഇവിടുന്ന് ഇവിടത്തേക്ക് അല്ലെ. ബി സി ഇങ്ങനെയല്ലേ ഉള്ളത്, അപ്പൊ ഇവിടുന്ന് ഇവിടത്തേക്ക്. സി ബിയും ഇത് തന്നെ അല്ലെ. ബി എയും ഇത് തന്നെ. അപ്പോൾ 1 സെന്റിമീറ്റർ ലെങ്ത്തും ബ്രെഡ്ത്തും ഉള്ളതിന്റെ ഏരിയ എത്രയായിരിക്കും? 1 × 1 അല്ലെ. 1 × 1 എത്ര? 1 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെ. ഇത് അത്ര നോക്കേണ്ട ആവശ്യമില്ല, എങ്ങനെയാണ് വരക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതായത് എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്, നമ്മൾ ഇങ്ങനെ വാല്യൂസ് കൊടുക്കുമ്പോൾ ഈക്വൽ ആയിട്ട് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ. ഒരു പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നമുക്കിത് മനസ്സിലായിക്കോളും എങ്ങനെയാണ് അത് വാല്യൂസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നതെന്നൊക്കെ. ഇപ്പം നിങ്ങൾ ജസ്റ്റ് 2 ആക്സിസ് ഉണ്ട്, വൈ ആക്സിസും എക്സ് ആക്സിസും ഉണ്ട്. ലെഫ്റ്റിലേക്കാണെങ്കിൽ നെഗറ്റീവ്, റൈറ്റിലേക്കാണെങ്കിൽ പോസിറ്റീവ്, അപ്പ് ആണെങ്കിൽ പോസിറ്റീവ്, ഡൗൺ ആണെങ്കിൽ നെഗറ്റീവ്. ഇത് മനസ്സിലാക്കി വെക്കാം. A graph can be used to understand and illustrate the relation between quantities and to formulate equations based on them. അല്ലേ, നമുക്ക് എന്താണ് ഒരു ഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഓരോരോ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻസ് ഒക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലേ. Mathematical calculations, real-time information, formulation of conclusions, etc. are also possible through graph. അതായത് ഗ്രാഫിലൂടെ നമുക്ക് അല്ലെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ 2016 എത്ര ഉണ്ട്, 2017 എത്ര ആക്സിഡൻസ് ഉണ്ട്, അങ്ങനെ ഓരോ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നതായിട്ട് ഉണ്ട് അല്ലെ. അപ്പൊ ഗ്രാഫിന്റെ ഉപയോഗങ്ങളാണ് അതൊക്കെ. അതാണ് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. In which year is the number of accidents the least? How many accidents occurred in 2019 അല്ലെ. ഏത് വർഷത്തിലാണ് ഏറ്റവും കുറവ് ആക്സിഡൻസ് ഏത് വർഷത്തിലാണ്? ഇതാണ് എന്താണ്? നമ്പർ ഓഫ് ആക്സിഡൻസ് അല്ലെ, ഇതാണ് വർഷം. അപ്പൊ നമ്പർ ഓഫ് ആക്സിഡൻസ് കുറവ് ഇവിടെ കുറവാണോ? അല്ല. ഇവിടെയോ അല്ല. ഇവിടെ നോക്ക്, ഇവിടെ ആക്സിഡൻസ് എത്ര വരുന്നത്? ഏകദേശം ഇത്രയാണ് അല്ലെ വരുന്നത്. വളഞ്ഞു പോകുന്നതാണേ ട്ടാ. ഏകദേശം ഈ ഒരു ഭാഗത്തേക്ക് വരും അല്ലെ. അപ്പൊ ആക്സിഡന്റ് 2000 സംതിങ് ആണ് വരുന്നുള്ളൂ അല്ലെ. ബാക്കി എല്ലാവരുടെയും എത്രയാ? 20,000 സംതിങ് ആണ് വരുന്നുള്ളൂ അല്ലെ. ബാക്കി എല്ലാവരുടെയും 30,000, 40,000, 40,000 മേലെയൊക്കെയാ വരുന്നത് അല്ലെ. അപ്പോ
ഏറ്റവും കുറവ് ആക്സിഡൻസ് ഏത് ഇയറിലാണ് നടന്നിട്ടുള്ളത്? 2020 അല്ലെ? 2020 ഏറ്റവും കുറവ് ആക്സിഡന്റ്. അടുത്തത് 2019 അല്ലെ? 2019 എത്ര ആക്സിഡന്റ് ഉണ്ട്? അപ്പൊ നോക്കാം. ഈ 2019 നിന്ന് നമുക്കൊരു ലൈൻ ഇങ്ങനെ മേലോട്ടേക്ക് വരക്കാം. ലൈൻ ഇങ്ങനെ മേലോട്ടേക്ക് സ്കെയിൽ ഉപയോഗിച്ച് വരക്കാണ്. ഇങ്ങനെ വരച്ചു. അപ്പൊ ഈ ഒരു പോയിന്റിൽ മുട്ടി. ഇനി എന്ത് ചെയ്യാ? ഇങ്ങനെ ഇങ്ങോട്ടേക്കും വരക്കാം. ഇങ്ങനെ ഇങ്ങോട്ടേക്കും വരക്കാം. അപ്പോൾ ഒരു പോയിന്റിൽ വന്ന് മുട്ടല്ലോ അല്ലെ? ഈ ഒരു പോയിന്റിൽ എത്രയുള്ളത്? 40,000 അല്ലെ? 2019 എത്ര ആക്സിഡൻസ് ആ ഉള്ളത്? 40,000. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഗ്രാഫിൽ നിന്ന് ഓരോരോ വാല്യൂസ് എടുത്ത് എഴുതാം. അപ്പൊ അതൊക്കെ നിങ്ങൾ വൃത്തിയിൽ എഴുതാ, പഠിക്കുക, മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഗ്രാഫ് വരക്കുമ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ എക്സ് ആക്സിസിൽ അല്ലെ? എക്സ് ആക്സിസിൽ 1 സെന്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ? ഒരു വർഷമാണ് അല്ലെ? 2016, 17, 18, 19, അതായത് ഒരു വർഷമാണ് അല്ലെ? വൈ ആക്സിസിലോ? വൈ ആക്സിസിൽ 1 സെന്റിമീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? 10,000 നമ്പർ അല്ലെ? അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. എക്സ് ആക്സിസിൽ 1 സെന്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷമാണ്. വൈ ആക്സിസിൽ 1 സെന്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 നമ്പർ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത് റോഡിലുള്ള കുറച്ച് വേറെ സയൻസുകൾ അല്ലെ? റോഡിലുള്ള കുറച്ച് മാർക്കിംഗ് അല്ലെ? 3 മാർക്കിംഗ് നോക്കിയിട്ടുണ്ട്. പിന്നെ ഗ്രാഫ് നോക്കിയിട്ടുണ്ട് അല്ലെ? ഇതാണ് ഗ്രാഫ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും മതി. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പൊ എന്താ, ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.